ഒരു നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന അഭിഷേകം ജ്വലിപ്പിക്കുക, ദൈവം തന്ന കൃപയെ കൂടുതൽ ശക്തി അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ നാളുകളിൽ നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ മനസ്സിലെ ഈ ദിവസങ്ങളിൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തന്ന ചില പ്രേരണകളും പ്രചോദനങ്ങളും പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിലേക്ക് നമ്മൾ കടന്നു വരുന്നതിന് ഞാൻ ഒന്ന് രണ്ട് ആമുഖമായ ചിന്തകൾ പങ്കുവെക്കുകയാണ്. നമ്മുടെ 1980-കളിൽ 75-80-കളിലൊക്കെ നമ്മൾ കേരളത്തിൽ പരിശുദ്ധാത്മാവ് അയച്ച ഒരു അഭിഷേകത്തിൻ്റെ കാറ്റ് ഇപ്പോൾ 2026 എത്തുമ്പോഴേക്കും വലിയ ഒരു നമ്മൾ സ്വപ്നം കണ്ടതിനപ്പുറത്തുള്ള വലിയ ഒരു ഭാവത്തിലേക്ക് പരിശുദ്ധാത്മാവ് അതിനെ കൊണ്ടുപോയി. നമ്മൾ ഇന്ന് ഒരു ജൂബിലിയുടെ സമയത്ത് നിന്ന് നമ്മുടെ ഈ ശുശ്രൂഷയെക്കുറിച്ച്, ദൈവം നമ്മളെ നടത്തിയ വഴികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പാത്ത് വേസ് എഹെഡ്, മുന്നോട്ടുള്ള പാതകൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇനി മുന്നോട്ട് എന്ത്, അതിനെക്കുറിച്ച് നമ്മൾ ദൈവാത്മാവിൻ്റെ മുമ്പിലിരുന്ന് വളരെ ഗൗരവമായിട്ട് ആലോചനകളും പ്രാർത്ഥനകളും നടത്തേണ്ടതുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് എന്താണ്, എങ്ങനെയാണ് നമ്മളിനി ദൈവം നമ്മുടെ ശുശ്രൂഷകളെ ആഗ്രഹിക്കുന്നത്, കർത്താവ് എങ്ങനെയാണ് ഈ ശുശ്രൂഷകൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതിനെക്കുറിച്ച് ഗൗരവതരമായ പ്രാർത്ഥനകൾ നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പറയുന്നതിന് ചിലപ്പോൾ അടുക്കും ചിട്ടയുണ്ടാവണമെന്നില്ല, പക്ഷേ എനിക്ക് പറയാൻ എൻ്റെ മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ കുറച്ച് ചതറിക്കിടപ്പുള്ളത് ഞാൻ പങ്കുവെക്കുമ്പോൾ നമുക്കൊരു മുന്നോട്ട് പോകാൻ ഒരു ദിശാബോധം ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഞാൻ ചില ആത്മീയ പ്രിൻസിപ്പിൾസ്, റിന്യൂവലിന് നമ്മളെ സഹായിക്കുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് പങ്കുവെക്കാം. ഒന്നാമത്തേത് ഇതാണ്, ഈ അനുഭവങ്ങൾ നമ്മളെ ചതിക്കും. ഒന്നാമത്തേത് അതാണ്. ഒന്നാമത്തെ ആത്മീയ പ്രിൻസിപ്പിൾ അതാണ്, അനുഭവങ്ങൾ നമ്മളെ ചതിക്കും. എക്സ്പീരിയൻസ് ഈസ് എ ട്രാപ്പ്. അതെന്താണ്? അതായത് നമ്മൾ കുറച്ച് ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള ഒരു വലിയ കെണിയാണ്, നമുക്ക് കുറച്ച് അനുഭവങ്ങളുണ്ടാവും. അപ്പോൾ ഈ അനുഭവങ്ങൾ നമ്മളെ ചതിക്കും, അത് നമ്മളെ കെണിയിൽ കൊണ്ടുപോയി വീഴ്ത്തും, അല്ലെ നമ്മളിലെ അഭിഷേകത്തെ അത് കളയും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ബൈബിളിൽ നിന്ന് ഒരു മോഡൽ എടുക്കാം. അത് മോശയാണ്. മോശയോട് ദൈവം മരുഭൂമിയിൽ വെച്ച് ജനത്തിന് വെള്ളമില്ലാതെ കിടന്ന് വിഷമിക്കുന്ന സമയത്ത് മോശയോട് ദൈവം പറയും ഈ പാറമേൽ അടിക്കുക, സ്ട്രൈക്ക് ദ റോക്ക്, പാറമേൽ അടിക്കുക. മോശ എന്താ ചെയ്യുന്നത്? പാറമേൽ അടിച്ചു. അത് ഈ യാത്രയുടെ ആരംഭഘട്ടമായിരുന്നു. യാത്ര തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. തുടക്കത്തിൽ അങ്ങനാണ്, എല്ലാം നമ്മൾ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കും. തുടക്കത്തിൽ അങ്ങനാണ്, എല്ലാം ഭയങ്കര കെയർഫുള്ളായിരിക്കും. അപ്പോൾ മോശ വളരെ സൂക്ഷ്മതയോടെ ദൈവത്തെ കേട്ടു. അപ്പോൾ ദൈവം പറഞ്ഞു, മോശയെ പാറമേൽ അടിക്കുക. കാലം മുന്നോട്ട് പോയി, കൊല്ലം 40 കഴിഞ്ഞു. മരുഭൂമിക്കൂടെ ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ്. 40 വർഷത്തെ ശുശ്രൂഷാ ജീവിതത്തിൻ്റെ പരിചയം ഇപ്പം മോശയ്ക്കുണ്ട്. പറഞ്ഞു ഹല്ലേലൂയ. ശുശ്രൂഷ ചെയ്ത് മോശയ്ക്ക് നല്ല പരിചയമാണ്. മരുഭൂമിയിലെ എല്ലാ ക്രൈസിസുകളെയും നേരിട്ടുള്ള ഒരു പരിണിത പ്രജ്ഞനായ ശുശ്രൂഷകന്റെ അനുഭവ സമ്പത്തും തഴക്കവും മോശയ്ക്കിപ്പോൾ ഉണ്ട്. വീണ്ടും ഇതുപോലെ തന്നെ സമാനമായ ഒരു പ്രശ്നം ഉണ്ടായി. മരുഭൂമിയിൽ വെച്ച് വെള്ളമില്ലാതായി. ഇപ്പം ജനം 20 ലക്ഷം ആളുകളുണ്ട്. 20 ലക്ഷം ആളുകൾക്ക് കുടിക്കാൻ വെള്ളമില്ല. അപ്പോൾ അവർ മോശയ്ക്കെതിരെ പ്രവൃത്തു, കലഹിച്ചു. മോശ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയി. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ മോശ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, പാറയോട് പറയുക. നമ്മൾ POC ബൈബിളിൽ കൽപ്പിക്കുക എന്നാണ്, പുതിയ പരിഭാഷയാണ് കറക്റ്റ്, പറയുക എന്നാണ്.
പാറയോട് ഓർഡറൊന്നും ഇടണ്ട, പറഞ്ഞാൽ മതി. പാറയോട് പറയുക. പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയ. പാറയിൽ അടിച്ച് വെള്ളം വരുത്തുന്നൊരു കാലത്ത് നിന്ന് പാറയോട് പറഞ്ഞാൽ വെള്ളം വരുന്ന ഒരു അഭിഷേകത്തിലേക്ക് വളരേണ്ടവരാണ് ദൈവത്തിന്റെ ശുശ്രൂഷകര്. പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയ. എല്ലാ കാലത്തും അടിക്കണ്ട, അന്ന് അടിച്ചാൽ മതിയായിരുന്നു. 40 വർഷത്തെ ശുശ്രൂഷാ ജീവിതത്തിന്റെ ഉയർച്ച എന്ന് പറയുന്നത് ഒരിക്കൽ അടിച്ച പാറയോട് ഇന്ന് അടിക്കാതെ പറഞ്ഞാൽ അത് വെള്ളം തരണം. പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയ. അതാണ് മോശയുടെ അഭിഷേകത്തിന്റെ വളർച്ച. മോശയിൽ നിന്ന് ദൈവം പ്രതീക്ഷിച്ച കൃപാവരത്തിന്റെ വളർച്ച. അടിച്ച പാറയോട് പറഞ്ഞാൽ വെള്ളമൊഴുക്കുന്ന ഒരു അഭിഷേകം. പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയ. മനസ്സിലായോ? മറ്റേത് 3 മണിക്കൂർ എടുത്ത് ഡെലിവറൻസ് ചെയ്തുകൊണ്ടിരുന്നെടുത്ത് ഇന്ന് നോക്കിയാൽ പിശാച് വിട്ടുപോകുന്ന അഭിഷേകം. പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയ. അതാണ് ദൈവം ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാ കാലത്തും നീ ABCDEFGH പറഞ്ഞുകൊണ്ടിരിക്കരുത്, കേറി വരണം. പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയ. കേറി വരണം. കേറി വരാൻ വേണ്ടിയാണ് കർത്താവ് ആത്മാവിനെ നമ്മുടെ മേൽ അയച്ചത്. പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഹല്ലേലൂയാ. ഹല്ലേലൂയ. കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയാ. അപ്പോ മോശയ്ക്ക് എന്തെന്നറിയാം? മോശയ്ക്ക് മനസ്സിലായില്ല. എന്തെന്നറിയാം? ഈ പാറ്റേണുകൾ നമ്മളെ ചതിക്കും. ഞാൻ എന്താ പറഞ്ഞേ? പാറ്റേണുകൾ നമ്മളെ ചതിക്കും. പാറ്റേണുകൾ നമ്മളെ ചതിക്കും. അതെങ്ങനെയാ? അതായത് നമ്മൾ ചെയ്തു വന്നൊരു രീതിയുണ്ട്. ചെയ്തു വന്ന കൺവെൻഷൻ നടത്തിയ രീതി, ധ്യാനം നടത്തിയ രീതി, ശുശ്രൂഷ ചെയ്ത രീതി പാറ്റേണാണ്. പാറ്റേണുകൾ നമ്മളെ ചതിക്കും. ഞാൻ പറയുന്ന ആവർത്തിക്കണം. ഇന്നലത്തെ തീ ഇന്നത്തെ ചാരമാണ്. ഇന്നലത്തെ തീ ഇന്നത്തെ ചാരമാണ്. പറഞ്ഞേ, ഇന്നലത്തെ തീ ഇന്നത്തെ ചാരമാണ്. ഇന്നലെയായിരുന്നത് തീ, ഇന്നലെയായിരുന്നത് തീ. ഇന്നതെന്താണ്? ഇന്നത് ചാരമാണ്. പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഇന്ന് തീ കത്തണമെങ്കിൽ ഇന്ന് അടുപ്പയിൽ വിറക് വെച്ച് തീ കത്തിക്കണം. ഇന്നലത്തെ തീ കെട്ടുപോയി, ഇന്നത് ചാരമാണ്. അപ്പൊ എന്താ വെച്ചാല് ഈ പാറ്റേണ് നേരത്തെ ചെയ്ത പരിചയം, അനുഭവം, എക്സ്പീരിയൻസ്, പ്രൊഫഷണലിസം. പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഇന്ന് ആത്മീയ ശുശ്രൂഷകളിൽ തീ കത്താത്തതിന്റെ ഒന്നാമത്തെ കാരണം എന്താണെന്നറിയാമോ? അനുഭവ പരിചയം. ചെയ്ത് നല്ല പരിചയമാണ്. അതുകൊണ്ട് എന്താണെന്നറിയാമോ? ഫ്രഷായിട്ട് ദൈവത്തെ കേൾക്കാൻ ശുശ്രൂഷകർ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കുന്നവര് വളരെ വളരെ കുറവാണ്. പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായോ? ചെയ്തു വന്നൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണുകൾ സക്സസ് ആയിരുന്നു. അടിച്ചപ്പോൾ വെള്ളം വരുമായിരുന്നു. പാറ്റേണുകൾ സക്സസ് ആണ്. ഇത് ചെയ്തു വന്നപ്പോൾ കുറച്ച് അനുഭവമൊക്കെ ഉണ്ടാവുന്നുണ്ട്, കുറച്ച് വിടുതലൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? അത് മതിയെന്ന് വിചാരിച്ചു. നിങ്ങൾ എപ്പോഴും ഓർത്തോണം, പരിശുദ്ധാത്മാവ് ഓരോ കാലഘട്ടത്തിൽ ഇടപെടുന്നത് പുതിയ 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 വിധങ്ങളിലൂടെയാണ്. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്തു വന്ന രീതികളിൽ നമ്മളിങ്ങനെ പരിചയിച്ച് ആ അനുഭവം, ആ പാറ്റേൺ ഇങ്ങനെ വെച്ച് നമ്മൾ അതിൽ നിന്ന് കർത്താവിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന പുതിയ വാതിലുകളിലേക്ക് തുറക്കപ്പെടാൻ നമ്മൾ തയ്യാറല്ല പലപ്പോഴും. അപ്പോൾ മോശയ്ക്ക് ഇതാണ് മോശയുടെ പ്രശ്നം. അതാണ് മോശ എന്ത് ചെയ്തു? മോശ നേരെ പകുതിയെ കേട്ടുള്ളൂ. ഈ പകുതി കേൾക്കുന്നത് എന്തുകൊണ്ടെന്നറിയാം? ഒന്നാമത് ദൈവത്തെ കേൾക്കാത്തത് എന്തുകൊണ്ടെന്നറിയാം? എന്തുകൊണ്ടായിരിക്കും? എന്നാ സിസ്റ്റർ, നമ്മൾ ദൈവത്തെ കേൾക്കാനേ താല്പര്യമില്ല. എന്നാ കാര്യം എന്നറിയാം? എന്നാ കാര്യം? നമുക്കറിയാമല്ലോ. ഇപ്പൊ കേൾക്കേണ്ട ആവശ്യം എന്നാ? ഇത് ചെയ്യേണ്ട എങ്ങനെ നമുക്ക് അറിഞ്ഞുകൂടെ? എത്ര കൺവെൻഷൻ നടത്തിയതാ, എത്ര രോഗശാന്തി ശുശ്രൂഷ നടത്തി, എത്ര ഡെലിവറൻസ് മീറ്റിങ്ങുകൾ നടത്തിയതാ, എന്തോരം വചനം പ്രസംഗിച്ചതാ. അപ്പൊ അതുകൊണ്ട് ഈ അറിയാലോ, അതുകൊണ്ടാണ് കേൾക്കാത്തത്. അപ്പൊ മോശ പകുതിയെ കേട്ടുള്ളൂ. പാറേന്നേ കേട്ടപ്പോൾ മോശ പറഞ്ഞു, എനിക്കറിയാം, അടിക്കാനല്ലേ. ബാക്കി കേട്ടില്ല. നേരെ പോയി പാറയെ അടിച്ചു. ദൈവത്തിന് ജനത്തോടൊരു കരുണയുണ്ട്. ജനത്തോട് കരുണയുള്ളതുകൊണ്ട് ശുശ്രൂഷകൻ അനുസരണക്കേട് കാണിച്ചാണ് നിൽക്കുന്നതെങ്കിലും പാറ വെള്ളം തരും. ഞാൻ ഒന്നുകൂടെ പറയാം. പറഞ്ഞ ഹല്ലേലൂയാ. വളരെ ദൈവത്തിന് ജനത്തോടൊരു കരുണയുണ്ട്. ജനത്തോട് കരുണയുള്ളതുകൊണ്ട് ശുശ്രൂഷകൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മാറിയാണ് നിൽക്കുന്നതെങ്കിലും ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവം ജനത്തിന് അനുഭവം കൊടുക്കും. പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയ. അത് ശുശ്രൂഷകന്റെ അഭിഷേകത്തിന്റെ തെളിവല്ല, ദൈവത്തിന് ജനത്തോടുള്ള കരുണയുടെ അടയാളമാണ്. പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയ. നടന്ന അനുഭവങ്ങളെ ശുശ്രൂഷകൻ തെറ്റിദ്ധരിക്കും. എന്താണെന്നറിയാമോ? അതെന്റെ ദൈവപ്രസാദത്തിന്റെ അടയാളമാണെന്ന് വിചാരിക്കും.
എന്നിൽ ദൈവം പ്രസാദിച്ചതുകൊണ്ടാണ് ഈ രോഗശാന്തി നടന്നതെന്ന് വിചാരിക്കും. രോഗശാന്തി നടന്നത് നിന്നിൽ ദൈവം പ്രസാദിച്ചുകൊണ്ടല്ല, ദൈവം ജനത്തോട് കരുണ കാണിച്ചതുകൊണ്ടാണ്. പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ ഓരോ തവണ അത്ഭുതങ്ങളും അടയാളങ്ങളും ആവർത്തിക്കപ്പെടുമ്പോ നമ്മൾ ശുശ്രൂഷകർ തെറ്റിദ്ധരിക്കും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായോ? ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കും. പക്ഷെ ഇപ്പൊ വെള്ളം വന്നത് മോശ കൃപയിലായിരുന്നോണ്ടല്ല, ദൈവത്തിന് ജനത്തോട് കരുതലുണ്ടായിരുന്നോണ്ടാണ്. മനസ്സിലായോ? അപ്പോ പാറയിൽ ചിലപ്പോൾ അടിച്ചാലും പാറ്റേണുകൾ ആവർത്തിച്ചാലും അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് ഒരു കാലത്ത് ദൈവം തന്നൊരു അഭിഷേകമുണ്ട്, ഒരു കാലത്ത് ദൈവം നടത്തിയൊരു വഴിയുണ്ട്, ഒരു കാലത്ത് ദൈവം പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ ഇപ്പോഴും 50 കൊല്ലം കഴിഞ്ഞ് ചെയ്താലും എന്തുണ്ടാവും? ജനത്തിന് കുറച്ച് നന്മയൊക്കെ ഉണ്ടാവും. അത് ജനത്തോട് ദൈവത്തിനുള്ള കരുണ. അത് മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്തു? മോശയെന്ന് അടിച്ചെന്തുണ്ടെന്നറിയാമോ? അടിച്ചത് മോശക്കറിയാം, എനിക്ക് ഇതൊക്കെ ചെയ്യാൻ നല്ല പരിചയമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ആത്മീയ പ്രിൻസിപ്പിൾ നമ്പർ 1, അനുഭവം നമ്മളെ ചതിക്കും. അനുഭവം നമ്മളെ ചതിക്കും. ഇന്ന് ദൈവാത്മാവ് എങ്ങനെയാണ് ഞാൻ ദൈവജനത്തെ ശുശ്രൂഷ ചെയ്യേണ്ടത് എന്നെനിക്ക് വെളിപ്പെടുത്തി തരണമെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ കർത്താവിൻ്റെ അടുത്തിരുന്ന് അവനെ കേൾക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാവിലെ. മനസ്സിലായോ? എന്നോട് ഒരാൾ പറഞ്ഞു, പാപത്തിന്റെ കിടക്കയിൽ നിന്ന് ദൈവരാജ്യത്തിന്റെ വേദികളിലേക്ക് കയറിപ്പോകുന്നവര് കൂടുതലാണ്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായോ? ഒരാൾ പറയാണ് അച്ഛാ, പാപക്കിടക്കെന്നാണ് എഴുന്നേറ്റ് ഇങ്ങോട്ട് പോണേ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുന്ന വെച്ചാല്, നമ്മള് ഒരു കാലത്ത് ദൈവം അയച്ച അഗ്നി ഇന്ന് ആ അളവില് സഭയിൽ ആവർത്തിക്കപ്പെടുന്നില്ല. എനിക്ക് മനസ്സിലായി. ഞാൻ 2-3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാം. ഒന്നാമത്തെ കാര്യം, അന്ന് നടന്ന പോലെ മാനസാന്തരങ്ങൾ ഇന്ന് നടക്കുന്നില്ല. ഉണ്ടോ ഇല്ലയോ? ഇല്ല. ഉണ്ടെങ്കിൽ എന്നോട് പറയണം, എൻ്റെ തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടിയാ. അന്ന് നടന്നതുപോലെ 80കളില് ആത്മാവിന്റെ കാറ്റടിച്ചപ്പോ അന്ന് നടന്ന പോലെ മാനസാന്തരങ്ങൾ ഇന്ന് നടക്കുന്നില്ല. ഉണ്ടോ? ഇല്ല. മാനസാന്തരങ്ങളിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധ മാറിയതിന്റെ കാരണം മാനസാന്തരങ്ങൾ പ്രഘോഷിക്കപ്പെടുന്ന ശുശ്രൂഷകർക്ക് മാനസാന്തരം ഇല്ലാതായി. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ ശുശ്രൂഷ ജീവിതത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന മനുഷ്യര്, ഞാൻ ഉൾപ്പെടെ, എന്ത് ചെയ്തു? അവർക്ക് മാനസാന്തരം ഇല്ല. അവർ പ്രസംഗിക്കുന്നേ ഉള്ളൂ മാനസാന്തരം. അതുകൊണ്ട് എന്താ സംഭവിച്ചു? കേൾക്കുന്നവന്റെ ഹൃദയം തകർന്ന് അവൻ മാനസാന്തരപ്പെടുന്ന ഒരു അഭിഷേകം വെളിപ്പെടുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.